ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കടലിൽ തീയാളുന്നു. കേരള തീരത്തിന് സമീപം അറബിക്കടലിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പൽ വാൻഹായ് 503 തീ നിയന്ത്രിക്കാൻ ആവുന്നില്ല. നാവികസേനയും കോസ്റ്റ് ഗാർഡും രക്ഷാദൗത്യം തുടരുകയാണ്. ചരക്കു കപ്പലിൽ ഇപ്പോഴും പൊട്ടിത്തെറിയും കനത്ത പുകയുമുണ്ട്. ഇത് ദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. കപ്പൽ 15 ഡിഗ്രിയോളം ചരിഞ്ഞു. അതേസമയം കാണാതായ 4 നാവികർക്കായി തെരച്ചിൽ തുടരുകയാണ്. മണിക്കൂർ പിന്നിട്ടു. 4 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ തുടർച്ചയായി ഫയർ ഫൈറ്റ് നടത്തുന്നുണ്ടെങ്കിലും കപ്പലിലെ തീ നിയന്ത്രിക്കാനായിട്ടില്ല. മധ്യഭാഗത്താണ് പൊട്ടിത്തെറിയും പുകയും രൂക്ഷം. 10 മുതൽ 15 ഡിഗ്രിയിൽ കപ്പൽ ചരിഞ്ഞതിനാൽ കൂടുതൽ കണ്ടെയ്നറുകളും കടലിൽ പതിച്ചിട്ടുണ്ട്. കാണാതായ 4 നാവികർക്കായുള്ള തെരച്ചിൽ ഊർജിതമാണെന്ന് നാവികസേന PRO കമാൻഡർ അതുൽ പിള്ളൈ. 18 പേരും ലൈഫ് റാഫ്റ്റിലായിരുന്നു. ഷിപ്പിനെ അബാൻഡൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ 4 പേര് മിസ്സിങ്. ആസ് ഓഫ് നൗ ഇപ്പോഴും മിസ്സിങ്. സോ അതിനുള്ള സെർച്ച് നടന്നുകൊണ്ടിരിക്കും. കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാവികരിൽ 6 പേരാണ് ആശുപത്രിയിലുള്ളത്. ചൈനീസ് പൗരന് 40%, ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലേറ്റിട്ടുണ്ട്. ബാക്കി 4 പേരുടെ നില തൃപ്തികരമാണ്. They both have airway burns. That is much more serious. Airway burns is one thing which is likely to worsen over next few hours or few days. And they also have a deep burns. So they'll probably require some surgical procedure later. കപ്പലിൽ നിന്ന് ഇതുവരെ എണ്ണച്ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിരോധ നടപടിയുടെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിന് സ്മിത്ത് സാൽവെക് എന്ന ഡച്ച് കമ്പനിയെ എത്തിക്കുമെന്നാണ് വിവരം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കപ്പൽ കമ്പനി പുതിയ സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. 24 കൊച്ചി. ഉൾക്കടലിൽ ഇപ്പോഴും ആളിക്കത്തുന്ന ചരക്കു കപ്പലിന്റെ ദൃശ്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. രക്ഷാദൗത്യത്തിനുള്ള കപ്പലിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് ധർമ്മട വിവരങ്ങൾ നൽകും കോഴിക്കോട്ടുനിന്ന്. ദീപക്, ഈ കപ്പലിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ തീ ആളുകയാണ്. അതിന് ഏതെങ്കിലും തരത്തിലൊരു ശമനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നതേ ഇല്ല. തന്നെയുമല്ല, കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട് എന്നത് ഇപ്പോൾ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു? തീ അണയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ ആ മേഖലയിൽ? ഇപ്പോൾ ഈ കപ്പൽ നിൽക്കുന്ന ഭാഗത്ത് ഈ ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ചില കാലാവസ്ഥാ റിപ്പോർട്ടുകളും വന്നിരുന്നു. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ദൗത്യത്തെ സഹായിച്ചേക്കും? എസ് വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതീവ ദുഷ്കരമായാണ് ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കവിടെ ഓപ്പറേഷൻ ടീമിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ കപ്പൽ ചെരിയുന്നത് കൂടുതൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം ഇപ്പോൾ തന്നെ നിരവധി കണ്ടെയ്നറുകൾ, ഹൈലി ഇൻഫ്ലേമബിളായ നിരവധി കണ്ടെയ്നറുകൾ ഈ രക്ഷാദൗത്യത്തിന് പ്രതികൂലമാകുന്ന വിധത്തിൽ കടലിൽ കിടക്കുകയാണ്. കാരണം ഈ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും അത്യധിക പ്രാധാന്യമുള്ള കപ്പലുകളാണ് ഈ ഫയർ ഫൈറ്റിംഗ് നടത്തുന്നത്. അതിൽ 2 കപ്പലുകൾ നിർണായകമായ, അതായത് സമൃദ്ധപ്രഹറും അതുപോലെ തന്നെ അർണവേഷ്, അതുപോലെ നമ്മുടെ സമൃദ്ധ്, ഇത്തരം കപ്പലുകളെല്ലാം തന്നെ വലിയ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലുകളും ഒരു സുരക്ഷിത അകലം പാലിച്ചുകൊണ്ട് മാത്രമേ ഫയർ ഫൈറ്റിംഗ് നടത്താൻ സാധിക്കുന്നുള്ളൂ. ഈ കപ്പൽ ചെരിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നം തീ ആളിപ്പടരുന്ന സാഹചര്യം. അതായത് നേരത്തെ അപ്പർ ഡെക്കിലെ മുൻഭാഗത്തായിരുന്നു തീയെങ്കിൽ ഇപ്പോൾ അത് പുറകിലേക്ക് പ്രവഹിക്കുന്നു എന്നുള്ളതാണ്. പുറകിലേക്ക് തീ പടരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത് താഴേക്ക് പടരും. താഴേക്ക് പടർന്നാൽ കഴിഞ്ഞാൽ ഈ മെക്കാനിക്കൽ സെക്ഷനിൽ കഴിഞ്ഞ് പിന്നീട് ഇതിൻ്റെ ടാങ്കറുകളാണ്, ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കർ റിസർവ് ടാങ്കറിലേക്ക് മാറിക്കഴിഞ്ഞാൽ തീ പടർന്നാൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും. അത് പോകാതിരിക്കാനുള്ള ഈ ഫയർ ഫൈറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്.
അതായത് തീ അണക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് തീ താഴത്തെ ഡെക്കിലേക്കും അതുപോലെ കപ്പലിൻ്റെ ഈ തീ ആകെ കപ്പലിൻ്റെ മെറ്റൽ ബോഡിയെ വലിയ രീതിയിൽ താപനില ഉയർത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും പൊട്ടിത്തെറി ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 24 പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പുതിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഈ ഓപ്പറേഷൻ്റെ ദൃശ്യങ്ങളാണ്. അതും ഈ കപ്പലിനകത്ത് നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് കാണുന്നത്. ഇത് ഔദ്യോഗികമായി ഇപ്പോഴും നാവികസേന പുറത്തുവിട്ടിട്ടില്ല. അല്പസമയത്തിനകം പുറത്തുവിടുമായിരിക്കും. പക്ഷേ എന്നാൽ ഈ ദൃശ്യങ്ങൾ തന്നെ കാണിക്കുന്നത് അതീവ ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് വിജയകുമാർ. കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് ഓപ്പറേഷൻ കമാൻഡിൽ നിന്നും ഒരു വിശകലനം ഉച്ചയ്ക്ക് ശേഷം നടക്കും, ഒരു 3 മണിയോടുകൂടി. അതിനുശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. മഴ ഉണ്ടായാൽ നന്നായിരിക്കും എന്നുള്ളത് ഈ ഓപ്പറേഷൻ സംഘം പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മഴയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യും വിജയകുമാർ. ദീപക്, ഒരു കാര്യം കൂടി, ഈ 4 നാവികരെയാണല്ലോ ഇനി കണ്ടെത്താനുള്ളത്. അവരെവിടെ, അവരെ പറ്റി എന്തെങ്കിലും സൂചനകളുണ്ടോ? അവർ സുരക്ഷിതരാണ് എന്ന് കരുതാവുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? അവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? വിജയകുമാർ, വേദനാജനകമായ കാര്യം, അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കപ്പലിനകത്ത് അവരുണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവൻ അപായപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം കപ്പലിലെ അക്കോമഡേഷൻ ഏരിയയിലേക്ക് പോലും തീ പടർന്നു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 4 പേരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇമിഗ്രേഷൻ ക്ലിയറൻസിലേക്ക് പട്ടികയിൽ 4 പേരുടെ പേര് കിട്ടി എന്നുള്ളതല്ലാതെ അവർ എവിടെയുണ്ട് എന്നുള്ളത് ഒരു തരത്തിലും വിവരം ലഭിച്ചില്ല. മാത്രമല്ല, ബേപ്പൂരിൽ നിന്നും പോയ ചാർലി വെസലായിരുന്നു, അതായത് ഫാസ്റ്റ് ട്രാക്ക് വെസലാണത്. ആ വെസൽ ഉപയോഗിച്ചുകൊണ്ട്, ചാർലി 144 എന്നാണ് ആ വെസലിൻ്റെ പേര്, അത് ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ഈ പർണവേഷും ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തി. പക്ഷേ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇപ്പോഴും അതിലേതെങ്കിലും സുരക്ഷിതമായി അവർ എവിടെയെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കാവുന്ന വിവരങ്ങൾ പോലും ഈ സേനാ അംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ടീമിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത വിജയകുമാർ. യെസ്, ആശങ്കാജനകം തന്നെയാണ്. അവിടുത്തെ ആകെ സാഹചര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് 4 പേരെ പറ്റിയും വിവരങ്ങളൊന്നുമില്ല. അവരെവിടെ എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, ആ കപ്പൽ ഇപ്പോഴും കത്തുകയാണ്, അത് ചരിയുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി അവിടെ നടത്തുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് ദീപക് ധർമ്മടം പങ്കുവച്ചത് കോഴിക്കോട്ട്. മറ്റ് പ്രധാന റിപ്പോർട്ട് ഇതിന്റെ തുടർച്ച തന്നെയാണ്. അറബിക്കടലിൽ തീയാളുന്ന ചരക്ക് കപ്പലിലെ 140 കണ്ടെയ്നറുകളിലും അപകടകരമായ വസ്തുക്കളുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ഗുരുതര പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന രാസവസ്തുക്കളും കീടനാശിനികളും ഉണ്ട് എന്ന് കപ്പലിന്റെ കാർഗോ മാനിഫെസ്റ്റിൽ പറയുന്നുണ്ട്. കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുന്നത് കണ്ടെയ്നറുകളിലെ തീ പിടിക്കുന്ന രാസവസ്തുക്കൾ തന്നെയാണ്. തീ ആളിപ്പടരുന്ന ചരക്ക് കപ്പലിൽ എന്തൊക്കെ വസ്തുക്കൾ? കപ്പൽ കമ്പനി കസ്റ്റംസിന് നൽകിയ കാർഗോ മാനിഫെസ്റ്റിൽ ഇക്കാര്യം അക്കമിട്ട് പറയുന്നു. 140 കണ്ടെയ്നറുകൾക്കുള്ളിൽ അതീവ ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന രാസവസ്തുക്കളും കീടനാശിനികളും, 20 കണ്ടെയ്നറുകളിൽ 1.83 ലക്ഷം കിലോ ബൈപ്പൈറി ഡീലിയം കീടനാശിനി, 27,786 കിലോഗ്രാം ഈഥൈൽ ക്ലോറോഫോർമേറ്റ്, ഡൈമീഥൈൽ സൾഫേറ്റ്, ഹെക്സാമെത്തലിൻ ഡൈസോസൈനേറ്റ് എന്നിവയും കത്തുന്ന കണ്ടെയ്നറുകളിലുണ്ട്. 167 പെട്ടി ലിഥിയം ബാറ്ററി, ബെൻസോഫെനോൺ എന്നിവ വലിയ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കാവുന്നവയാണ്. പെയിന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഈഥൈൽ മീഥൈൽ കീറ്റോൺ 40 കണ്ടെയ്നറുകളിലായി കപ്പലുകളിലുണ്ട്. 12 കണ്ടെയ്നറുകളിൽ നാഫ്തലിൻ, പാരാഫോർമാൽ ഡിഹൈഡ് എന്നിവയാണുള്ളത്. ഇതും അപകട ഭീഷണി കൂട്ടുന്നവയാണ്. വായു സമ്പർക്കമുണ്ടായാൽ തീപിടിക്കുന്ന 4000 കിലോ രാസവസ്തുക്കൾ കത്തുന്ന കപ്പലിലുണ്ട്. ഇതെല്ലാം തീയണയ്ക്കാനുള്ള ശ്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇതിനു പുറമെ കപ്പലിനുള്ളിൽ സംഭരിച്ചിരിക്കുന്ന 240 ടൺ ഡീസലും ഇന്ധന ടാങ്കിലുള്ള 2000 ടൺ പെട്രോളും നിലവിലെ സ്ഥിതിയിൽ കൂടുതൽ തീ വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതായും വിലയിരുത്തലുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. കത്തുന്ന കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതോടെ തീരദേശത്ത് വീണ്ടും ആശങ്ക. കണ്ടെയ്നറുകൾ തെക്കുകിഴക്കൻ തീരപ്രദേശങ്ങളിൽ ഒഴുകിയെത്താനാണ് സാധ്യത. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചാൽ ജാഗ്രതാ നടപടികൾ തുടങ്ങുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള തീരത്ത് 3 ആഴ്ചക്കിടെ 2ാമത്തെ കപ്പൽ അപകടം. രാസവസ്തുക്കൾ അടങ്ങിയ നിരവധി കണ്ടെയ്നറുകളാണ് ഇത്തവണയും കടലിൽ പതിച്ചത്. കടൽ വെള്ളത്തിൽ കലർന്നാൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രാസവസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉള്ളതെന്നാണ് വിവരം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ പറഞ്ഞാലും
തീരപ്രദേശത്തുള്ളവർ ഭയപ്പാടിലാണ്. അതിൻ്റെ അകത്ത് അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ ജനങ്ങളത് മത്സ്യം ഭക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ പിറകോട്ട് പോകും. അപ്പോൾ അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. ഈ മത്സ്യം വിപണനം നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു ഇതുണ്ടാവില്ല, സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പം അത് ഗവൺമെൻറ് അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താലേ മത്സ്യം ജനങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും, അതുപോലെ അവരുടെ ആശങ്ക തീരുകയും ചെയ്യും. കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് തന്നെ വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുന്നു. എന്നാൽ ആ ദൗത്യം അതീവ ദുഷ്കരവുമാണ്. കടലിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തെക്ക് കിഴക്കൻ മേഖലയിലേക്ക് ഇവ ഒഴുകിയെത്തും. അതായത് എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ കരയ്ക്കടിയാനാണ് സാധ്യത. ഇത് തെക്കൻ ജില്ല, പ്രത്യേകിച്ച് മധ്യ കേരളം, തെക്കൻ ജില്ല, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ, എറണാകുളം ജില്ലയുടെ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ എത്തിച്ചേരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. 24 കണ്ണൂർ. കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങളിൽ സംസ്ഥാന സർക്കാർ തുടരുന്ന അനാസ്ഥയ്ക്കെതിരെ നാളെ കോൺഗ്രസ് പ്രതിഷേധം. തീരദേശ ജില്ലകളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ. കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ കേസ് വേണ്ടെന്ന നിലപാട് എന്തുകൊണ്ടാണ് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിന്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണം? എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കണം. ഇവിടെ CPM ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ BJPയുമായി പരസ്യമായ ബാന്ധവത്തിലാണ്. BJPയുടെ മത്സരിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. കപ്പൽ അപകടങ്ങളിലെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്രം പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. കമ്പനിക്കെതിരെ കേസ് വേണ്ടെന്ന സംസ്ഥാന സർക്കാർ നിലപാടിൽ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി ചോദ്യം ചെയ്യുന്ന നേച്ചറിലുള്ള ആംഗിളിൽ കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടാകും. മറ്റ് വിഷയങ്ങളിൽ കേന്ദ്രവുമായിട്ട് സംസ്ഥാനം ബന്ധപ്പെട്ട് അതിനുള്ള പുതിയ വഴികൾ ആരായാണ്. പക്ഷേ കേന്ദ്രം പറഞ്ഞിട്ടല്ലല്ലോ അല്ലേ ഇന്നലെ കോമ്പൻസേഷൻ മാത്രം മതി, കേസ് വേണ്ട എന്ന് തീരുമാനിച്ചത്. കേന്ദ്രത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞിട്ടാണ്. നമുക്ക് സെക്യൂരിറ്റി ആസ്പെക്ട് അതിന് കേരളം പറഞ്ഞില്ലെങ്കിലും തമിഴ്നാട് പറഞ്ഞില്ലെങ്കിലും അതുണ്ടാകും. ദർ ഇസ് എൻ ഐ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. 24 ബിഗ് ഇമ്പാക്ട്. കേരളത്തിലെ രാസലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. ഈ മാസം 23 രാവിലെ 11:30 യോഗം. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, എക്സൈസ് കമ്മീഷണർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങളാണ് സമഗ്ര റിപ്പോർട്ടായി മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അരുത് അക്രമം, അരുത് ലഹരി, അരുതരുതരുത വിവേകം, അരുത് അക്രമം, അരുത് ലഹരി, അണിചേരുക നാം ഒന്നായി. അരുത് ലഹരി, അരുതക്രമം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മാധ്യമ ജീവിതത്തിന്റെ 40-ാം വർഷം ആഘോഷങ്ങൾ മാറ്റിവെച്ച് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ജനകീയ യാത്ര നടത്തിയത്. ലഹരി കേന്ദ്രങ്ങളെയും ലഹരി തകർത്ത ജീവിതങ്ങളെയും തുറന്നുകാട്ടി യാത്രയിൽ 10,000-ങ്ങളാണ് നേരിട്ട് പങ്കെടുത്തത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 1 മാസം നീണ്ട യാത്രയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ടായി SKNും 24 ടീമും നൽകിയത്. സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച മുഖ്യമന്ത്രി വിവരങ്ങൾ ഗൗരവമുള്ളതെന്ന് വിലയിരുത്തുകയായിരുന്നു. തുടർന്നാണ് ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും എക്സൈസ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവരുടെ ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത്. ഈ മാസം 23 നടക്കുന്ന ഉന്നതതല യോഗത്തിൽ 24 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾക്ക് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും. വിഷയത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി ധീരമായ നിലപാടുകളോട് മുന്നോട്ട് പോകട്ടെ. പ്രതിപക്ഷം കലവറയില്ലാത്ത പിന്തുണ അദ്ദേഹത്തിന് നൽകട്ടെ. അതുപോലെ പൊതുപ്രവർത്തകരും ജനങ്ങളും അധ്യാപക രക്ഷകർത്തൃ സമിതികളും വിദ്യാലയ സംരക്ഷണ സമിതികളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ ഈ കാര്യത്തിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത്. മയക്കുമരുന്ന് ലോബികളെ കേരളത്തിൽ നിന്ന് എന്നേക്കുമായി ആട്ടി ഓടിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. സംസ്ഥാനത്തെ ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചും വിൽപ്പന വിതരണ രീതിയെക്കുറിച്ചും പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സർക്കാരിന് സഹായകരമാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. അരുൺ രാജ്, 24 കൊല്ലം.
കേരളത്തിലെ ലഹരി വ്യാപനത്തെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടങ്ങിയ അന്വേഷണ റിപ്പോർട്ടാണ് 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ കഴിഞ്ഞ മാസം 31-ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. കേരളത്തിൽ ഏതെല്ലാം ഇടങ്ങളിലാണ് ലഹരി വിൽപ്പന നടക്കുന്നതെന്നും ലഹരി വ്യാപാരത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആരൊക്കെയെന്നും റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുന്നു. സംസ്ഥാനത്തെ ലഹരി ഉറവിടങ്ങളും ഉപയോഗവും സംബന്ധിച്ച 24 റിപ്പോർട്ട് പരിശോധിച്ച് വിശദ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. കേരളത്തിലെ ലഹരി മാഫിയെപ്പറ്റിയുള്ള നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ജനപ്രതിനിധികൾ, എക്സൈസ്, പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, ഡോക്ടേഴ്സ്, മനഃശാസ്ത്രജ്ഞർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കപ്പെട്ടവർ, ലഹരിയിൽ നിന്ന് മുക്തരായവർ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവരുമായെല്ലാം യാത്രയിൽ 24 ഗവേഷണ വിഭാഗം വിശദമായ ചർച്ചകൾ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെ പോരാടുന്നതിലെ വെല്ലുവിളികൾ, നിയമത്തിലെ പഴുതുകൾ, പുനരധിവാസ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, എക്സൈസ്, പോലീസ് വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പൊതു അവബോധ പരിപാടികളിലെ പരിമിതികൾ എന്നിവയും അവ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗം സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം, പൊതുജനാരോഗ്യ രംഗത്തിന് അതുണ്ടാക്കുന്ന വെല്ലുവിളികൾ, സാമൂഹിക ബന്ധങ്ങളിലെ തകർച്ച, കുറ്റകൃത്യങ്ങളുടെ വർധന, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നിവയും റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ വേളയിലാണ് SKN40 അരുത് അക്രമം, അരുത് ലഹരി ജനജാഗ്രത കേരള യാത്ര സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 24. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ തടസ്സ ഹർജി. വിജിലൻസ് റിപ്പോർട്ട് തൃപ്തികരമല്ല എന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത്. വിശദമായ വാദം കേൾക്കാൻ ഹർജി ഈ മാസം 18-ന് വീണ്ടും പരിഗണിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ഹർജിക്കാരന്റെ ആരോപണങ്ങൾ, വാദങ്ങൾ? വിജയകുമാർ, നേരത്തെ, അതായത് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വിജിലൻസ് കോടതിയിൽ വിജിലൻസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നാണ് ഹർജിക്കാരന്റെ വാദം. അതായത് ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയത് കീഴുദ്യോഗസ്ഥരാണെന്നും മാത്രമല്ല സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയില്ല, ആദായ നികുതി റിട്ടേണുകളും പരിശോധിച്ചില്ല, ആരോപണ വിധേയനായ P ശശിക്കെതിരെയും അന്വേഷണം നടന്നിട്ടില്ലെന്നും ഹർജിക്കാരൻ ഈ തടസ്സ ഹർജിയിൽ പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു എക്കണോമിക് ഒഫൻസ് തന്നെ, അങ്ങനെ ഒരു ബ്രൈബ് ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ രീതിയിലുള്ള അന്വേഷണങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല വിജിലൻസ് എന്നുള്ള കാര്യം കൂടി ഹർജിക്കാരൻ ഈ തടസ്സ ഹർജിയിൽ പറയുന്നുണ്ട്. കാര്യം ഹർജിയിൽ വിശദമായ വാദം കേൾക്കാൻ ഈ മാസം 18-ന് വീണ്ടും പരിഗണിക്കും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. അഭിഭാഷകനായിട്ടുള്ള നെയ്യാറ്റിങ്കര നാഗരാജുവാണ് ഹർജിക്കാരൻ. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം വെമ്പായത്തു നിന്ന് കാണാതായ 16-കാരന്റെ മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. മരിച്ച അഭിജിത്തിന്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യും. പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷിച്ചില്ലെന്ന് അഭിജിത്തിന്റെ കുടുംബം ആരോപിച്ചു. മാർച്ച് 3-ന് സുഹൃത്തിനൊപ്പം വെമ്പായം തേക്കടയിലെ വീട്ടിൽ നിന്ന് പോയ അഭിജിത്തിന്റെ പിന്നീട് കാണാതായി. 16-ാം തീയതി കുടുംബം വട്ടപ്പാറ പോലീസിൽ പരാതി നൽകി. മാർച്ച് 5-ാം തീയതി പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അഭിജിത്ത് തീവണ്ടി തട്ടി മരിച്ചെന്നും അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ചെന്നും ഇന്നലെയാണ് കുടുംബത്തിന് വിവരം ലഭിച്ചത്. മാർച്ച് 14-ന് ഒരു കേസ് എടുത്തത്, മാർച്ച് 5-ന് ട്രെയിൻ തട്ടി മരിക്കുന്നത്. അപ്പോഴും നമ്മൾ കേസ് കൊടുക്കുന്ന സമയത്ത് പയ്യൻ മെഡിക്കൽ മോശമായിട്ട് നമ്മളെ അറിയിച്ചില്ല ഒരു കാര്യം. ആരോ ഈ പോലീസിൽ ഇതെന്താണെന്ന് നമുക്ക് അറിയണം. ഇത് കൊന്നെടുത്തവർ ഇട്ടതാണ്. മിസ്സിംഗ് കേസെടുത്ത വട്ടപ്പാറ പോലീസോ തീവണ്ടി തട്ടി മരിച്ച കേസെടുത്ത പേട്ട പോലീസോ അന്വേഷണം നടത്തിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അഭിജിത്തിന്റെ മരണം നേരത്തെ അറിഞ്ഞിട്ടും സുഹൃത്തുക്കൾ മറച്ചുവെച്ചെന്നും പരാതിയുണ്ട്. ട്രെയിൻ തട്ടിയാലും ഇത്ര ഇതിൽ അവൻ എന്തായാലും ട്രെയിൻ തട്ടിയാൽ ഒരു പോലും കിട്ടൂല ബോഡി. ഇത് വേറെന്തോ സംഭവിച്ചതാണ്, മോന് എന്തോ സംഭവിച്ചു. മലയാളിയല്ലെന്ന് കരുതി സ്വന്തം നിലയിൽ സംസ്കരിച്ചെന്ന് പേട്ട പോലീസ് പറഞ്ഞതായി കുടുംബം ആരോപിക്കുന്നു. സിയുടെയൊക്കെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. സിയോട് നമ്മൾ പറഞ്ഞത് ബംഗാളിയാണെന്ന് തോന്നിയിട്ടാണ് ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു. ബംഗാളി മനുഷ്യന്മാരാണെന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും ഇപ്പം പറയാനുള്ളത്. പിന്നെ ഇവിടെ നിന്ന് പോയവരെയൊക്കെ ഷൗട്ട് ചെയ്ത് ഇറക്കിയായിരുന്നു പുറത്ത്. പരാതി കൊടുത്തതൊക്കെ വട്ടപ്പാറയാണ്. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു.
24 തിരുവനന്തപുരം. അതേസമയം 24 വാർത്താ സംഘത്തെ ആക്രമിച്ച കോൺഗ്രസ് നേതാവിനും സംഘത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് പോലീസ്. മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചതിനും ക്യാമറ ഉൾപ്പെടെ തകർത്തതിനുമാണ് വട്ടപ്പാറ പോലീസ് കേസെടുത്തത്. കോൺഗ്രസ് ജില്ലാ നേതാവ് തേക്കട അനിൽകുമാർ, പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ഷാനവാസ് കുമാർ എന്നിവർക്കെതിരെയാണ് കേസ്. വെമ്പായത്ത് നിന്ന് കാണാതായ 16-കാരൻ ട്രെയിൻ തട്ടി മരിക്കുകയും ബന്ധുക്കളെ അറിയിക്കാതെ അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ സംസ്കരിക്കുകയും ചെയ്ത കേസിൽ റിപ്പോർട്ടിങ്ങിനിടെയായിരുന്നു ആക്രമണം. കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചതിലും ഭീഷണിപ്പെടുത്തിയതിലും കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അക്രമം എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണം എന്നും പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും KUWJ ജില്ലാ പ്രസിഡന്റ് ഷില സ്റ്റീഫനും ജില്ലാ സെക്രട്ടറി അനുപമ ജി നായരും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പോരട്ടച്ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി തീരുമാനത്തെ ചൊല്ലി വാക്പോര്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്ന് CPIM ആരോപിച്ചു. എന്നാൽ LDFനുള്ള PDP പിന്തുണയെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി തിരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെയാണ്. തൊട്ടു പിന്നാലെ വിവാദം. വെൽഫെയർ പാർട്ടി നിലപാട് CPIM പ്രചാരണ ആയുധമാക്കുകയാണ്. ഈ കൂട്ടുകെട്ടിന്റെ പ്രത്യാഘാതം നിലമ്പൂരിൽ ഉണ്ടാകുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തിയുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. എന്നാൽ LDFനുള്ള PDP പിന്തുണയെ MV ഗോവിന്ദൻ ന്യായീകരിച്ചു. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നിലപാട് ആദ്യം പരിശോധിക്കണമെന്നും ജമാഅത്ത് ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. പുറത്തുനിന്ന് ആര് പിന്തുണച്ചാലും സ്വീകരിക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്, ഒരു രഹസ്യ ചർച്ചയല്ല, അവർ നേരിട്ടാണ് വന്നത്. ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. എന്നാൽ വെൽഫെയർ PDP പിന്തുണ ചൂണ്ടിക്കാട്ടി ഇരു മുന്നണികൾക്കുമെതിരെ BJP രംഗത്തെത്തി. രണ്ട് മുന്നണികളും തികഞ്ഞ വർഗീയ കാർഡ് ഇറക്കിയാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കൊണ്ടും കൊടുത്തും പിന്തുണ ചർച്ച നിലമ്പൂരിൽ കടുക്കുകയാണ്. ടീം 24 നിലമ്പൂർ. വിധിയെഴുത്തിന് 10 നാൾ ശേഷിക്കെ നിലമ്പൂരിൽ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. മന്ത്രിമാർ ഉൾപ്പെടെ M സ്വരാജിനായി മണ്ഡലത്തിൽ സജീവം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ UDF നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളെ മണ്ഡലത്തിലെത്തിക്കാനാണ് PV അൻവറിന്റെ ശ്രമം. അതേസമയം NDAയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP നേതാവ് K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിൽ വിധിയെഴുത്തിന് 10 നാൾ മാത്രം ശേഷിക്കെ മണ്ഡലത്തിലേക്ക് നേതാക്കളും കൂടുതൽ പ്രവർത്തകരും ഒഴുകിയെത്തുകയാണ്. LDF ക്യാമ്പിനായി മന്ത്രിമാരായ KB ഗണേഷ് കുമാർ, V ശിവൻകുട്ടി, R ബിന്ദു അടക്കമുള്ളവർ പ്രചാരണ രംഗത്തുണ്ട്. അൻവർ LDFനെ ചതിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ ചതിച്ചു പോയ ആളാണ്. അയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷ നേതാവടക്കമുള്ള UDF നേതാക്കളും ആര്യാടൻ ഷൗക്കത്തിനായി കൊണ്ടുപിടിച്ച പ്രചാരണത്തിലാണ്. BJPയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം K സുരേന്ദ്രൻ നിർവഹിച്ചു. വർഗീയ ശക്തികളുടെ പിന്തുണ തേടി, മതഭീകരവാദ ശക്തികളുടെ പിന്തുണ തേടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പരിശ്രമമാണ് LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. PV അൻവറിനായി തൃണമൂൽ നേതാക്കൾ പ്രചാരണത്തിനെത്തുമോ എന്നാണ് ഇനി തിരഞ്ഞെടുപ്പിലെ കൗതുകം. ശ്രീജിത് ശ്രീകുമാരൻ, ടീം 24 നിലമ്പൂർ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളോട് സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘങ്ങൾ പര്യടനം പൂർത്തിയാക്കി. സംഘാംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും. അതിനിടെ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട പാർട്ടി നിലപാടിന് വിരുദ്ധമായി സംസാരിച്ച ഡോക്ടർ ശശി തരൂരിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് നടപടി എടുക്കുമെന്നതിൽ ആകാംക്ഷ തുടരുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിലേക്ക് രാജ്യം കടന്നതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് 7 സംഘങ്ങൾ വിദേശ പര്യടനം നടത്തിയത്. 51 പേരടങ്ങുന്ന സംഘം 33 രാജ്യങ്ങൾ സന്ദർശിച്ച് ഭീകരവാദത്തിനെതിരെ ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കുകയും പാകിസ്ഥാന്റെ വ്യാജ ആരോപണങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്തു.
പ്രതിപക്ഷ അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പര്യടനം വിജയകരമെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ. ഇവരുമായി പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 7 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടേക്കും. കോൺഗ്രസ് എം പി ശശി തരൂർ നയിച്ച സംഘവും ദൗത്യം പൂർത്തിയാക്കി ഇന്ന് ഇന്ത്യയിൽ മടങ്ങിയെത്തും. വിവാദ വിഷയങ്ങളിൽ ശശി തരൂർ നടത്തിയ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ടായിരുന്നു. ഇതിൽ തരൂർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് ആകാംക്ഷ. കേന്ദ്ര സർക്കാരിന് അനുകൂലമായി നിലപാടെടുത്തതിന് പലതവണ പാർട്ടി തരൂരിന് താക്കീത് നൽകിയിരുന്നു. ദൗത്യം പൂർത്തിയാക്കിയ ശേഷം കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ പ്രതികരണവും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നിലപാടെടുത്തിരുന്ന തരൂർ ഹിന്ദി കവിത പോസ്റ്റ് ചെയ്താണ് ദൗത്യം അവസാനിച്ച വിവരം അറിയിച്ചത്. 24 ഡൽഹി. ഇപ്പോൾ LDF കൺവീനർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. നിലപാടാണോ അല്ലെങ്കിൽ SDPIക്ക് സമാനമായ നിലപാടാണോ PDP സ്വീകരിക്കുന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് പറ. PDPയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ വേറെ ബന്ധങ്ങളൊന്നുമില്ലല്ലോ. PDPയുടെ നേതാവ് ജയിലിൽ കിടക്കുന്നത് എന്തിനാണെന്ന് അല്ല, അതെ, ഏത് PDPയോ? അത് പറയട്ടെ, അത് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന വേറൊരു പ്രവണത അത് നിങ്ങൾക്ക് പരിശോധിച്ചാലും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിലേക്ക് പോകുന്നു എന്ന നില വരുമ്പോൾ പലരും ഈ മുന്നണിയെ പിന്തുണച്ചുകൊണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട്. അത് അവരുടെ മാത്രം കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ ആ നിലയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നിലമ്പൂരിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും എടുക്കുന്ന സമീപനമാണ്. അതാണ് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് PDP അങ്ങനെ നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്, അവരുടെ പിന്തുണ സ്വീകരിക്കോ? അല്ല, ആ പിന്തുണ അവരിപ്പോൾ വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ വോട്ട് ചെയ്തോ എന്നുള്ളത് ആരൊക്കെ എങ്ങനെയാ വോട്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ലല്ലോ. പൊളിറ്റിക്കൽ നിലപാടാണ് പ്രശ്നം. പ്രഖ്യാപിച്ചൂടെ? ആണ് പ്രശ്നം. എല്ലാവരും വ്യത്യസ്ത വിഭാഗക്കാരെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആരെയും വോട്ട് വേണ്ട എന്നൊന്നും പറയേണ്ട ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടാണ് പ്രധാനം. ആ രാഷ്ട്രീയ നിലപാടിൽ ഒരല്പം പോലും വെള്ളം ചേർക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നില്ല. അത് കൂട്ടത്തിൽ പറഞ്ഞ ഒരു നിലപാടായിരിക്കും. അത് നമുക്കതിൽ വോട്ട് വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആരെയും വോട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഇവിടെ വൻതോതിൽ വിജയം കൈവരിക്കും എന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ പലരും ഇതിന് പിന്തുണയ്ക്കുന്നുണ്ടാവാം. അത് പിന്തുണച്ചോട്ടെ, വ്യക്തികൾ പിന്തുണയ്ക്കില്ലേ? അതൊക്കെ സാധാരണ നിലയിൽ അവരെടുക്കുന്ന നിലപാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ പ്രത്യേക റോൾ. വെൽഫെയറിന്റെ പിന്തുണ അങ്ങനെ കണ്ടൂടെ? അങ്ങനെ കണ്ടൂടെ? അത് നേരത്തെ പറഞ്ഞതല്ലേ. നേരത്തെ LDF കൺവീനർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നാണ് കൺവീനർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടി UDFന് നൽകുന്ന പിന്തുണയും അങ്ങനെ കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ മറുപടി പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ ഈ പറയുന്ന PDP, വെൽഫെയർ പാർട്ടി, LDF, UDF രണ്ട് മുന്നണികൾക്കും നൽകുന്ന പിന്തുണയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ചർച്ച മുറുകുകയാണ്. അതിനിടെയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേർന്നത് നിലമ്പൂരിൽ. അവിടെ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ മികവ് വോട്ടായി മാറും എന്നാണ് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മലപ്പുറത്ത് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഈ വിലയിരുത്തൽ നടത്തിയത്. B ദിലീപ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ദിലീപ്, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു നിർണായക ഘട്ടം പിന്നിട്ടു. തെരഞ്ഞെടുപ്പിന് 10 ദിവസമേ ഉള്ളൂ. ആക്റ്റീവായി പ്രചാരണം നടത്താൻ ഒരു പക്ഷേ ഒരാഴ്ച മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോഴാണ് ഇവിടെ പ്രതീക്ഷ നിലനിർത്തി CPM മുന്നോട്ട് പോകുന്നത്. പുതിയ വിവാദങ്ങളൊക്കെ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു സെക്രട്ടേറിയറ്റിലെ ഈ വിഷയത്തിലെ ചർച്ചയുടെ ഒരു പൊതു സ്വഭാവം? വിജയകുമാർ, മലപ്പുറത്ത് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിലമ്പൂരിൽ സാഹചര്യങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് നടത്തിയത്. സ്ഥാനാർത്ഥിയുടെ മികവ് അത് വോട്ടായി മാറും എന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ സ്ഥാനാർത്ഥിയുടെ മികവ് വോട്ടാക്കി മാറ്റുന്നതിനുള്ള കൂടുതൽ ശ്രമങ്ങൾ
പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടത്തേണ്ടിയിരിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണ്. PV അൻവർ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് അത് ദോഷം ചെയ്യുന്നത് ഇടതുമുന്നണിക്കല്ല, UDF-നായിരിക്കുമെന്ന വിലയിരുത്തലും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അങ്ങനെ ആ നിലയിലൊരു അവലോകനമാണ് നടത്തിയിരിക്കുന്നത്. വിവിധ ബൂത്തുകളിൽ നിന്നും വിവിധ ഏരിയകളിൽ നിന്നും ഒക്കെ ലഭിച്ച പ്രാഥമികമായ കണക്കുകൾ കൂടി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വിലയിരുത്തൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അത്തരമൊരു വിലയിരുത്തലേക്ക് എത്തിയിരിക്കുന്നത്. വിജയകുമാർ. ദിലീപ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ചർച്ചകൾ, വരുന്ന വിവാദങ്ങൾ, ഇപ്പോൾ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ PDP-യുടെ പിന്തുണ ഇടതുമുന്നണിക്കില്ലേ എന്ന് UDF തിരികെ ചോദിക്കുന്നു. അത് ഈ രണ്ട് വിഷയങ്ങളും സജീവ ചർച്ചാ വിഷയമാകുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ. അതുപോലെ ഈ മലയോര മേഖലയിലെ വന്യമൃഗ ആക്രമണം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും അതിനു മുമ്പുമൊക്കെ ഉണ്ടായ ചർച്ചകൾ, ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായാൽ അത് ഇടതുമുന്നണിയുടെ വിജയപ്രതീക്ഷയെ, സാധ്യതയെ ബാധിക്കുമോ എന്നതിലൊക്കെ ഒരു അഭിപ്രായം ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ടോ? വിജയകുമാർ, നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതാണ്ട് 6000-ഓളം വോട്ടുകൾ അവരുടെ പാർട്ടിയായി വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടാകും എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇതൊന്നും ആയി കാണുന്നില്ല. പകരം സ്ഥാനാർത്ഥിയുടെ മികവ്, നിലവിലെ സാഹചര്യങ്ങൾ, അതൊക്കെ ഇടതുമുന്നണിക്ക് അനുകൂലമെന്ന കണക്കിലേക്ക് എത്തുകയാണ്. അതുമാത്രമല്ല, PDP-യുടെ പിന്തുണ ഇടതുമുന്നണിക്ക് ഉണ്ട്. പക്ഷെ മലപ്പുറത്ത് ഇപ്പോൾ നിലവിൽ PDP-ക്ക് അത്രത്തോളം കാര്യമായ സ്വാധീനമില്ല എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് നേരത്തെ PDP-യുടെ വോട്ടുകൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലായിരുന്നു. അവിടെ തന്നെ, അതായത് മുസ്ലിം ലീഗ് ഇതര മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അത്തരത്തിലുള്ള സ്വാധീനമുണ്ടായിരുന്നു. അത്തരം സ്വാധീനങ്ങളൊക്കെ ഇപ്പോൾ വെൽഫെയർ പാർട്ടി, SDPI തുടങ്ങിയവയിലേക്ക് പോയിട്ടുണ്ട്. അത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ PDP-യുടെ പിന്തുണ എത്രത്തോളം ഗുണം ചെയ്യുമെന്നറിയില്ല. മറ്റൊന്ന്, അഖില കേരള ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയുടെ ഒരു വിഭാഗം, മറുവിഭാഗം പറയുന്നത് അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ്. ഒരു വിഭാഗം പറയുന്നത് ഇടതുമുന്നണിക്ക് തങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി UDF-ഉം ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത് ഇത്തരം പിന്തുണ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിനെ, UDF സ്വീകരിക്കുന്നതിനെ തള്ളിപ്പറയാൻ കഴിയാത്ത നിലയിലേക്ക് LDF എത്തിയിട്ടുമുണ്ട്. വിജയകുമാർ. എന്തായാലും LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ മികവ് വോട്ടായി മാറും എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മലപ്പുറത്താണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. അപ്പോൾ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെ CPM ഇടത് ക്യാമ്പ് മുന്നോട്ട് പോവുകയാണ്. വിശദാംശങ്ങളാണ് B ദിലീപ് കുമാർ പങ്കുവച്ചത് മലപ്പുറത്തു നിന്നും. അമേരിക്കയിലെ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൈവിലങ്ങിട്ട തറയിൽ കിടത്തിയതിൽ വ്യാപക പ്രതിഷേധം. കാഴ്ച വേദനാജനകവും അപമാനകരവുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂയോർക്കിലെ കോൺസുലേറ്റ് അറിയിച്ചു. ഞായറാഴ്ചയാണ് ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ സംരംഭകൻ കുനാൽ ജെയിൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അനധികൃതമായി കുടിയേറിയ വിദ്യാർത്ഥിയെ ഡീപ്പോർട്ട് ചെയ്യാനാണ് ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ എത്തിച്ചത്. അതിനിടയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്രൂരത. കയ്യും കാലും ബന്ദിയാക്കി മുതുകിൽ കാൽമുട്ട് വെച്ച് നിലത്ത് കിടത്തിയിരിക്കുന്ന രീതിയിലാണ് വിദ്യാർത്ഥിയുള്ളത്. ദൃശ്യങ്ങളിലുള്ള വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വിദേശകാര്യമന്ത്രി S ജയശങ്കറെ അടക്കം ടാഗ് ചെയ്താണ് കുനാൽ ജെയിൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോ പ്രചരിച്ചതോടെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തി. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക ഇപ്പോൾ നരകമാണെന്ന തരത്തിലാണ് വിദ്യാർത്ഥി സമൂഹത്തിലെ പ്രതികരണം. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചു. ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനായി കോൺസുലേറ്റ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും വിശദീകരിച്ചു. 24 ഡൽഹി. ഗോവയിൽ ഡോക്ടറെ അപമാനിച്ച ആരോഗ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്ന നിലപാട് കടുപ്പിച്ച് ഡോക്ടേഴ്സ്. 24 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ നേരിട്ടെത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വൻ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രധാനമന്ത്രിക്ക് ഗോവയിലെ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ കത്തയച്ചു. I am suspending you. When the inquiry is initiated, you give your explanation. I am telling you, you listen. Go home. Go home. ഗോവ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ഓഫീസറെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് രൂക്ഷമായി ശാസിക്കുന്ന ദൃശ്യങ്ങൾ.
ആരോഗ്യമന്ത്രി വിശ്വജിത് റാണയ്ക്കൊപ്പമുള്ളവർ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. ആരോഗ്യമന്ത്രിയുടെ സുഹൃത്തിന് വിറ്റാമിൻ B12 ഇഞ്ചക്ഷൻ നൽകാത്തതാണ് പ്രകോപനം. അടിയന്തര സ്വഭാവമുള്ള ഇഞ്ചക്ഷൻ അല്ലെന്നും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകൂ എന്നും ഡോക്ടർ നിർദ്ദേശിച്ചതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഡോക്ടറുടെ വിശദീകരണം പോലും കേൾക്കാതെ സസ്പെൻഡ് ചെയ്യാൻ മന്ത്രി ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ മന്ത്രിയുടെ പ്രവൃത്തി സർക്കാരിനെ ആകെ പ്രതിരോധത്തിലാക്കി. മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തിയെന്നും ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും അന്തസ്സിന് കളങ്കമുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് വരെ ഡോക്ടർമാർ പരാതി നൽകി. കോൺഗ്രസ് അടക്കം രാഷ്ട്രീയ പാർട്ടികൾ മന്ത്രിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഡോക്ടറെ സസ്പെൻഡ് ചെയ്യില്ലെന്ന് വ്യക്തമാക്കി. വിശ്വജിത് റാണെ TV ചാനലിൽ വന്ന് ക്ഷമാപണം നടത്തി. എന്നാൽ തന്റെ ഉദ്ദേശം ശരിയായിരുന്നെന്നും ഉപയോഗിച്ച വാക്കുകൾ മാത്രമാണ് പ്രശ്നമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ക്ഷമാപണം മാധ്യമങ്ങളിലൂടെ പോരെന്നും എവിടെ വെച്ചാണോ അപമാനിച്ചത് അവിടെ എത്തി മാപ്പ് പറയണമെന്നുമുള്ള നിലപാടിലാണ് ഡോക്ടർമാർ. 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി. 24 മുംബൈ. രാജ്ഭവനിലെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ CPI വെട്ടിലാക്കി മറ്റൊരു ഭാരതാംബ വിവാദം. കോട്ടയം മണ്ഡലം കൺവെൻഷന്റെ ഭാഗമായി ഇറക്കിയ പോസ്റ്ററാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതാംബയുടെ പോസ്റ്റർ പാർട്ടി ഗ്രൂപ്പിൽ വന്നതിന് പിന്നാലെ നേതൃത്വം ഇടപെട്ട് അത് പിൻവലിച്ചു. CPIയുടെ കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിലാണ് ദേശീയ പതാക പിടിച്ച ഭാരതാംബയുടെ ചിത്രം വന്നത്. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രവർത്തകരിൽ ഒരാളാണ് ഇത് പങ്കുവച്ചത്. എന്നാൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നേതൃത്വം ഇടപെട്ട് ഇത് പിൻവലിച്ചു. ഔദ്യോഗിക ഗ്രൂപ്പിൽ നിന്ന് തന്നെ പോസ്റ്റർ പുറത്തായതോടെ വിവാദമായി. പിന്നാലെ ജില്ലാ സെക്രട്ടറി തന്നെ വിശദീകരണവുമായി എത്തി. ഔദ്യോഗികമായി തയ്യാറാക്കിയ പോസ്റ്റർ അല്ലെന്നാണ് വിശദീകരണം. പാർട്ടി പരിപാടികളിൽ ദേശീയ പതാക ഉപയോഗിക്കാറില്ല എന്നും ജില്ലാ സെക്രട്ടറി VB ബിനു വിശദീകരിച്ചു. പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ ദേശീയ പതാക ഉൾപ്പെടെയുള്ള ഒരു ചിഹ്നവും നമ്മുടെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ അത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. അതൊരു വിവാദത്തിന്റെ വിഷയമില്ല. പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയതല്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പാർട്ടിയുടെ തന്നെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പിനകത്ത് വന്നത് ഞാൻ നിഷേധിച്ചു. ഇല്ല, നടപടിയൊന്നും വിഷയമില്ല, ഒരു അനാവശ്യ വിവാദമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ CPI ജില്ലാ സെക്രട്ടറിയെ BJPയിലേക്ക് ക്ഷണിച്ച് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയും രംഗത്ത് വന്നു. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത സംഘടനയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ തിരിച്ചറിവ് വേണം. അല്ലാതെ നിങ്ങൾ ആരെങ്കിലും മിരട്ടലിന് മുമ്പിൽ വിലപേശരുത്. നിങ്ങളെ എല്ലാവരെയും ദേശീയതയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുക. രാജ്ഭവനിലെ ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഇത് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഈ മാസം 13 മുതൽ 15 വരെ നടക്കുന്ന കോട്ടയം സമ്മേളനത്തിൽ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. 24 കോട്ടയം. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ വെടിവെക്കാൻ കേന്ദ്രം പറയുന്ന ചട്ടങ്ങൾ അപ്രായോഗികമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കടുവ, പുലി എന്നിവ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയാൽ കേന്ദ്രം നിർദ്ദേശിച്ച ചട്ടങ്ങൾ പാലിക്കാൻ കഴിയില്ല. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രതികരണം അർത്ഥസത്യങ്ങളും കാര്യങ്ങൾ മറച്ചുവെക്കുന്നതുമാണ് എന്ന് മന്ത്രി AK ശശീന്ദ്രൻ കുറ്റപ്പെടുത്തി. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 1972 കേന്ദ്ര നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരമേ സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ. ഇതിൽ ഭേദഗതി വരുത്താതെ സംസ്ഥാന സർക്കാരിനെയും വനം വകുപ്പിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് കേന്ദ്രമെന്നും AK ശശീന്ദ്രൻ. കേന്ദ്ര നീക്കത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും മന്ത്രി. നിബന്ധനകളാൽ വരിഞ്ഞു മുറുക്കി നിങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കൈയിലും കയ്യാമം വെച്ച് ധൈര്യമുണ്ടെങ്കിൽ എന്നെ അടിക്കട എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. ആ സമ്പ്രദായത്തിന് തുല്യമായ ഒരു നടപടിയും പ്രഖ്യാപനവും നിലപാടുമാണ് നമ്മൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സംസ്ഥാന വനം വകുപ്പിനെയും ഗവൺമെൻറ്റിനെയും പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തുന്ന വളരെ വിചിത്രമായൊരു നിലപാടാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര നിർദ്ദേശം പാലിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണ്. അത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അപഹാസ്യമായ ഉപാധികളാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നും AK ശശീന്ദ്രൻ. ഇത് അധികാരമുണ്ടെന്ന് പറയുകയും വരിഞ്ഞു മുറുക്കുന്ന നിബന്ധനകളിലൂടെ അത് പ്രാവർത്തികമാക്കാതിരിക്കാൻ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിൻ്റെ ദുരന്തമാണ് മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്നത്. ആ ഇരട്ടത്താപ്പിനെതിരെ യോജിച്ച ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ താല്പര്യമെന്നുള്ള നിലക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്താൻ കഴിയും. പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളിയത് പ്രതിഷേധാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്.
വയനാട് നൂൽപ്പുഴ നമ്പിക്കൊല്ലി കണ്ണങ്കോട് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തി. മുത്തങ്ങയിൽ നിന്നും എത്തിച്ച കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് വനം വകുപ്പ് ദൗത്യം നടപ്പാക്കിയത്. ഇന്നലെ രാത്രി മുതലാണ് ഒരു കുട്ടിയാന ഉൾപ്പെടെ 3 ആനകൾ ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചത്. കണ്ണങ്കോട് പാടശേഖരത്തിലാണ് ഒരു കുട്ടിയാനയടക്കം 3 കൊമ്പന്മാർ നിലയുറപ്പിച്ചത്. ഇന്നലെ രാത്രി മുതൽ ആനകളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇന്ന് രാവിലെ വയലിലെ ഇല്ലിക്കാട്ടിൽ ആനകളെ കണ്ട നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. ഭരത്, പ്രമുഖ എന്നീ കുങ്കിയാനകളെ മുത്തങ്ങയിൽ നിന്നും എത്തിച്ചു. പിന്നെ കണ്ടത് ഈ ദൗത്യം. ഇന്നലെ രാത്രി കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ഈ തൊട്ട് മേലെ ഫോറസ്റ്റാണ്. ഇപ്പോൾ അവിടെ തന്നെ ആ സാധനം നിൽക്കുന്നുണ്ട്. നേരെ സന്ധ്യ കഴിഞ്ഞപ്പോൾ ഇനി ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്ന് എൻ്റെയൊക്കെ പറമ്പിലുള്ളത് അടയ്ക്കാവനം തെങ്ങും കാര്യങ്ങളെല്ലാം നശിപ്പിച്ചേക്കണതാണ്. വൈകിട്ട് 7 മണി മുതൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അത് ഇപ്പോൾ പകലുമായി. നേരം വെളുത്തിട്ട് ഇന്ന് 6 മണിക്ക് കാണുന്ന ഈ വയലിൽ നിരന്തരമുള്ള പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഫോറസ്റ്റുകാർ വന്ന് ആൾക്കാർ വിളിക്കുമ്പോൾ വന്ന് ആട്ടിയിട്ട് പോകും. പിന്നെ ഇന്ന് രാത്രി ഇറങ്ങിയാൽ പിന്നെ അതന്നെ സ്ഥിതി. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു വനം വകുപ്പിന്റെ ദൗത്യം. ആനകളെ കാടുകയറ്റാൻ കഴിഞ്ഞെങ്കിലും ഇവ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങുമോ എന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. 24 വയനാട്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട അത്തിക്കയത്ത് ജനങ്ങൾ പിരിവെടുത്തു പണിത കൊച്ചുപാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നു. ഒരു പരിശോധനയുമില്ലാതെ ഉപയോഗശൂന്യമായ പൈപ്പ് ലൈൻ വഴി പമ്പിംഗ് നടത്തിയതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തകർന്ന ഭാഗം സ്വന്തം ചെലവിൽ ശരിയാക്കി നൽകാമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എങ്ങനെയാണ് ഈ അപ്രോച്ച് റോഡ് തകർന്നത്? നാട്ടുകാർ പിരിവെടുത്ത് പണിത ഒരു റോഡാണല്ലോ, അതെങ്ങനെയാണ് തകർന്നത്? വിജയകുമാർ, കഴിഞ്ഞ ദിവസമാണ് ഈ നാട്ടുകാർ ജനകീയ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഈ അത്തിക്കയം കൊച്ചുപാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ നടക്കുന്നത്. ആ റോഡാണ് ഇന്ന് രാവിലെ വാട്ടർ അതോറിറ്റിയുടെ ക്രൂരത മൂലം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ അനാസ്ഥയുടെ ഭാഗമായി വലിയ വാട്ടർ അതോറിറ്റി ശ്രദ്ധിക്കാതെ ഉപയോഗശൂന്യമായ പൈപ്പ് ഇങ്ങോട്ട് തുറന്നു വിട്ടു. ആ തുറന്നു വിട്ടപ്പോൾ വലിയ തോതിലുള്ള ജലം ഇങ്ങോട്ട് പ്രവഹിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗം ഇടിഞ്ഞ് തകർന്നത്. ഈ നാട്ടുകാർ 5 ലക്ഷത്തോളം രൂപ മുടക്കി കഴിഞ്ഞ ദിവസമാണ് ഈ റോഡിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടന പ്രവൃത്തി ഉൾപ്പെടെ നടത്തിയത്. ഈ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തിയും നാട്ടുകാരുടെ സ്വന്തം ചെലവിൽ തന്നെയാണ് നിർമ്മിച്ചത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഈ പാലത്തിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള റോഡിൻ്റെ നിർമ്മാണം ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ പണി വർഷങ്ങളായി മുടങ്ങിക്കിടന്നു. പിന്നാലെയാണ് നാട്ടുകാർ ഇതിൻ്റെ പണി ഏറ്റെടുത്തത്. അങ്ങനെ നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനമൊക്കെ നടത്തി ഗംഭീരമാക്കിയപ്പോഴാണ് ഈ വാട്ടർ അതോറിറ്റി നാട്ടുകാർക്കിട്ട് മറ്റൊരു പണി കൊടുത്തത്. ഈ പൈപ്പ് തുറന്നുവിട്ട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. ചേട്ടാ, ഇത് വലിയ ഒരു നഷ്ടമാണല്ലേ? നിങ്ങൾ വലിയ കൂട്ടായ്മയോടെ പണിത പാലമാണ്. ഒരു ഭാരിച്ച നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു തമാശ എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാത്ത സമയത്ത് വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നു വിടത്തില്ല. വെള്ളം മഴയായതിനു ശേഷമാണ് വാട്ടർ അതോറിറ്റി തുറന്നു വിട്ടത്. കാരണം ഇവിടെ ഒരു കലിങ്ക് അവർ കാരണമാണ് ഇടിഞ്ഞു പോയത്. അവരിവിടുത്തെ ലൈൻ അഴിച്ചെടുത്തുകൊണ്ടാണ് ഇടിഞ്ഞു പോയത്. അത് നാട്ടുകാർ കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ എല്ലാവരും കൂടി പണിത ആ റോഡ് ഇന്നലെ വൈകിട്ടാണ് അത് റീഓപ്പൺ ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തത്. അത് ഇന്ന് രാവിലെ ഏകദേശം 8 ഇഞ്ച് വണ്ണമുള്ള ഒരു ലൈനിൽ കൂടി വെള്ളം തുറന്നു വിട്ട് വാട്ടർ അതോറിറ്റി അത് ഇടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഞാൻ AXയെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ AX പറഞ്ഞിരിക്കുന്നത് അവർ ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്തു തന്നില്ല എങ്കിൽ ജനങ്ങളെല്ലാവരും കൂടി AXയുടെ ഓഫീസിലേക്ക് പോകാനാണ് തീരുമാനം. എന്തായാലും ഈ റോഡ് തകർന്നതിന് മേലെ നിരവധി നാട്ടുകാർ ഇവിടെ കൂടിയിട്ടുണ്ട്. ചേട്ടാ, നമ്മളൊരു കൂട്ടായ്മയുടെ ഫലമാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ഇപ്പം ഈ വാട്ടർ അതോറിറ്റിയും KSBയും കൂടി ഈ റോഡ് ഇത്രയും തകർത്തത്. ഇത് എടുത്തിട്ട് അവരടച്ചില്ല. അടയ്ക്കാഞ്ഞിട്ട് അവർക്ക് ഒരു കണ്ണിക്കാരനില്ലാതെ ഒരുവിധം തെമ്മാടിത്തരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ എന്താ പറയുക, ജനപ്രതിനിധികളൊന്നുമില്ലാതെ നിങ്ങൾ നാട്ടുകാരെ സജീവമായിട്ട് ഉണ്ടാക്കിയൊരു ഇത് പണി പൂർത്തിയാക്കി നിങ്ങളാണ്. റീബിൽഡ് കേരളയിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയെങ്കിലും പൂർത്തിയായില്ല. പിന്നീട് ഈ പാലത്തിൻ്റെ അപ്രോച്ചോടും പാലത്തിൻ്റെ ഭിത്തിയൊക്കെ നാട്ടുകാർ നിർമ്മിച്ചതാണ്. അപ്പോൾ നാട്ടുകാരുടെ ഒരു നിർമ്മാണം ഇല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ഉപയോഗിച്ച് 5 ലക്ഷത്തോളം രൂപയൊക്കെയാണ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഞങ്ങൾ ഈ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ പ്രദേശത്തെ ആൾക്കാർ മുഴുവൻ വീട്ടുകാരും ചേർന്നാണിത്. അല്ലാതെ ഞങ്ങളൊരു വ്യാപകമായ പിരിവൊന്നും എടുത്തിട്ടില്ല. ചെറിയ ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിലാണ് 100-120 വീട്ടുകാർ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്.
ചെയ്തു. ഞങ്ങൾ ഇന്നലെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തി. അതിൻ്റെ വാർത്തകളെല്ലാം വ്യാപകമായിട്ട് പത്രങ്ങളും മാധ്യമങ്ങളിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു വിടാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വാട്ടർ അതോറിറ്റി ഞങ്ങളോട് വിശദീകരിച്ച് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ. എന്തായാലും വിജയകുമാർ, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. പിന്നാലെയാണ് ഇങ്ങോട്ടേക്കുള്ള ലൈൻ വാട്ടർ അതോറിറ്റി തുറന്നു വിടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നമ്മൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അവർ പിന്നീട് ഇത് നാളെ തന്നെ നന്നാക്കി കൊടുക്കാമെന്നൊക്കെ മറുപടിയാണ് നമ്മളോട് എന്തായാലും പറഞ്ഞത്. നാളെ നന്നാക്കുമെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം വലിയ തോതിലുള്ള ജലപ്രവാഹം, ക്രമാതീതമായ അളവിൽ ജലം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ശക്തമായ ഒഴുക്കിലാണ് ഈ റോഡ്, ഈ നാട്ടുകാർ നിർമ്മിച്ച ഈ അപ്രോച്ച് റോഡ് ഭാഗികമായി തകരുന്ന സാഹചര്യം ഉണ്ടായത്. 5 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഒരു പണിയും നടക്കാതെ വന്നതോടുകൂടി ജയശങ്കർ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ വാർത്തയൊക്കെ വരുന്ന ഘട്ടത്തിൽ വാട്ടർ അതോറിറ്റി നൽകുന്ന ഉറപ്പ് ഈ വാർത്തയുടെയൊക്കെ സമയം കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ മറക്കുന്ന ഒരു പതിവ് നമുക്കറിയാം. അപ്പം അങ്ങനെ അത് മറന്നു പോകുമോ എന്ന് ശ്രദ്ധിച്ചോണം. ഏതായാലും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അത് ആ റോഡ് പണിത് നൽകിയില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോയി ഇരിക്കും നാട്ടുകാരെന്നത്. അതുകൊണ്ട് നാട്ടുകാർ ഒരു മുന്നറിയിപ്പായി അതവിടെ നിൽക്കുന്നുണ്ട്. അവർ പിരിവെടുത്ത് പണിത റോഡാണ്. വാട്ടർ അതോറിറ്റിയുടെ ഒരു നടപടി മൂലം അത് ഇടിഞ്ഞു താഴ്ന്നു. അപ്പോൾ അത് പരിഹരിക്കേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ചുമതലയാണ്. അവരത് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ഡൽഹി ദ്വാരകയിൽ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. കെട്ടിടത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മരണം. അച്ഛനും 2 കുട്ടികളുമാണ് മരിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, ഇന്ന് രാവിലെ തന്നെ തീപിടുത്തത്തിന്റെ വിവരങ്ങൾ വന്നിരുന്നു. അഘട്ടത്തിൽ പലരും ഇതിൽ നിന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അക്കൂട്ടത്തിലാണ് ഈ അച്ഛനും 2 മക്കളും മരിച്ചതെന്നാണ് കരുതേണ്ടത്, അല്ലേ? വിജയകുമാർ, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ദില്ലി ദ്വാരക സെക്ടർ 13 ഒരു പാർപ്പിട സമുച്ചയത്തിന്റെ 7ാം നിലയിലായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്. അവിടുത്തെ സബാദ് അപ്പാർട്ട്മെന്റ് ഇവിടെയായിരുന്നു തീപിടുത്തം ഉണ്ടായ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തി. ഏതാണ്ട് 8 യൂണിറ്റ് ഫയർഫോഴ്സ് അവിടെ എത്തിയാണ് ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചത്. ദൃക്സാക്ഷികളാണ് പറഞ്ഞത് ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആരൊക്കെയോ താഴേക്ക് ചാടുന്നു എന്നുള്ള കണ്ടതായിട്ട് പറയുന്നത്. പക്ഷേ ഈ തീപിടുത്തത്തിന്റെ ആഘാതത്തിൽ അത് ആരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഒരു അച്ഛനും 2 കുട്ടികളുമാണ് ഈ മരിച്ചത് എന്ന വിവരം പുറത്തു വരുന്നത്. ഇവരുടെ പേര് വിവരങ്ങളൊന്നും ഇതുവരെയ്ക്കും വ്യക്തമായിട്ടില്ല. എന്തായാലും തീ ഇത് ഫയർഫോഴ്സിന് കെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 ഫയർഫോഴ്സ് യൂണിറ്റ് മണിക്കൂറുകളോളം ശ്രമിച്ചതിന് ശേഷമാണ് ഈ തീപിടുത്തം കെടുത്താൻ സാധിച്ചത്. ഇത് കെട്ടിടത്തിന്റെ 7ാം നിലയിലാണ് സംഭവിച്ചത്. എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അജീഷ് പറഞ്ഞതുപോലെ 7ാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാകാം ഈ അച്ഛനും മക്കളും എന്നാണ് കരുതേണ്ടത്. അവർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിലും ലഭ്യമല്ല. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പെരിങ്കടവിള ഗ്രാമപഞ്ചായത്തിൽ വ്യാജ ഹാജറുണ്ടാക്കി തട്ടിപ്പ്. ജോലിക്കെത്താത്തവർ പണിക്കിറങ്ങിയതായി രേഖകൾ ഉണ്ടാക്കി. നടത്തിയ തട്ടിപ്പുകൾ പരസ്യമായി പ്രഖ്യാപിച്ചത് ജനപ്രതിനിധികൾ തന്നെയാണ്. ഈ പ്രഖ്യാപനത്തിന്റെ ശബ്ദരേഖ 24 ലഭിച്ചു. പെരിങ്കടവിള ഗ്രാമപഞ്ചായത്ത് സമിതി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേടുകൾ കാണിച്ചെന്ന ജനപ്രതിനിധികൾ പരസ്യ പ്രതികരണം നടത്തിയത്. കേന്ദ്ര ചട്ടമനുസരിച്ച് 9 മുതൽ 5 വരെയാണ് ജോലി സമയമെന്നിരിക്കെ 4 മണിവരെ ജോലി ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം. സാധാരണ ആളുകൾക്ക് വേണ്ടി ഒരു ധാരണയുണ്ടായി. ആ ധാരണയിൽ നമ്മൾ 9 മണി മുതൽ 4 മണി വരെ നിങ്ങൾ ആരെങ്കിലും വന്ന് പുറത്തു നിന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം. നമ്മൾ 9 മണി മുതൽ 5 മണി വരെയാണെന്ന് പറയണം. ഇങ്ങനെ തന്നെ പഠിപ്പിച്ചത്. ഇതിനകത്ത് അങ്ങനെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കാൻ പാടില്ലാതിരിക്കെ JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് പണി നടത്തി. ഇതിനു വേണ്ടിയുള്ള പണം ജോലിക്കിറങ്ങാത്തവരെ ജോലിക്കിറങ്ങിയെന്ന് കാണിച്ച് വ്യാജ ഹാജരിലൂടെ വാങ്ങിയെടുത്തു. അവരുടെ തൊഴിൽ കാർഡിന് വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ എടുത്തും പലരും ഈ JCBക്കും അതുപോലെ തന്നെ ഹിറ്റാച്ചിക്കും ഈ മണ്ണ് നികത്തുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികൾക്കും കൊടുക്കുന്ന ഒരു വലിയ സാഹചര്യം നമ്മുടെ പഞ്ചായത്തിന് ആകമാനം ഉണ്ടായിരുന്നു. അത് പിഴവുള്ള വാർഡിലുണ്ട്. 2024 മഹാത്മാ പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് പെരിങ്കടവിള. ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പെരിങ്കടവിള ഗ്രാമപഞ്ചായത്തിന് ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചിരുന്നു. അതേ പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് കക്ഷി രാഷ്ട്രീയമില്ലാതെ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് അത് ലംഘിക്കാൻ തൊഴിലാളികളോട് പരസ്യമായി ജനപ്രതിനിധികൾ ആഹ്വാനം ചെയ്യുന്നത്. ഇത്തരം പ്രവണതകൾ പ്രോത്സാഹിപ്പിച്ചാൽ അത് സംസ്ഥാന വ്യാപക തട്ടിപ്പിനായിരിക്കും ഇടവയ്ക്കുക. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. പ്രമുഖ ബാങ്കിതര ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോപ്പ് ലിമിറ്റഡ്
പശ്ചിമ ബംഗാളിൽ പ്രവർത്തനം തുടങ്ങി. ബംഗാളിലെ ആദ്യ ബ്രാഞ്ച് കൊൽക്കത്തയിലെ ചിനാർ പാർക്കിൽ ICL ഫിൻകോപ്പ് ചെയർമാനും MD-യുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബംഗാളി നടി അപരാജിത ഓടി, ICL ഫിൻകോപ്പ് CEO ഉമാ അനിൽകുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ രാജശ്രീ അജിത്, ഡയറക്ടർ EK ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. ബംഗാളിൽ ആകെ 50 ബ്രാഞ്ചുകൾ ഈ സാമ്പത്തിക വർഷം തുറക്കാനാണ് ICL ഫിൻകോപ്പ് ലക്ഷ്യമിടുന്നത് എന്ന് അഡ്വക്കേറ്റ് KG അനിൽകുമാർ പറഞ്ഞു. കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.